Hello everyone, welcome to iPlus Training Solutions. അപ്പോൾ നമ്മുടെ HSST സൈക്കോളജിയുടെ തേർഡ് മൊഡ്യൂളാണ് ഇൻ്റലിജൻസ്. സോ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Cattle and horns theory postulates two kinds of intelligence. A person who is good at using and combining familiar facts has high, option A, emotional intelligence, option B, crystallized intelligence, option C, fluid intelligence, and option D, primary intelligence. So, ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കാറ്റൽ ആൻഡ് ഹോണിൻ്റെ തിയറി ഓഫ് ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടാണ്. സോ നമുക്കറിയാം, നമ്മൾ ക്ലാസ്സസിലൂടെ ഡിസ്കസ് ചെയ്തിരുന്നു കാറ്റൽ ആൻഡ് ഹോണിൻ്റെ തിയറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. സോ ആ ഒരു തിയറിയിൽ അവർ 2 ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏത് ടൈപ്പിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഒരു പേഴ്സൺ അവർക്ക് ഫെമിലിയർ ഫാക്ട്സ് യൂസ് ചെയ്യുന്നതിലും കമ്പൈൻ ചെയ്യുന്നതിലും ഒരു പേഴ്സൺ ഗുഡ് ആയിട്ടുള്ളത് ഏത് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസിലാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് option B, crystallized intelligence. So according to Raymond Cattell and Horn, intelligence ne avare പറഞ്ഞിട്ടുള്ള അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ള 2 ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആണ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. സോ ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൽ അവർ പറഞ്ഞിട്ടുള്ളത്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരാൾക്ക് ന്യൂ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. ലോജിക്കലി തിങ്ക് ചെയ്യാനും അതുപോലെ ഒരു പ്രയർ ലേണിങ്ങും ഇല്ലാതെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതേസമയം ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അവർക്ക് അവരുടെ പ്രീവിയസ്ലി ലേൺഡ് നോളജും എക്സ്പീരിയൻസും ഫെമിലിയർ ഫാക്ട്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് ദ പേഴ്സൺ ഹു ഈസ് ഗുഡ് അറ്റ് യൂസിങ് ആൻഡ് കമ്പൈനിങ് ഫെമിലിയർ ഫാക്ട്സ് എന്നുള്ളത്. ഒരു പേഴ്സൺ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും കമ്പൈൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതിൽ എക്സൽ ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ക്ലിയർലി റെഫർ ചെയ്യുന്നത് എന്തിനെയാണ്? ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെയാണ്. സോ ഈ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് നമ്മൾ ഗെയിൻ ചെയ്യുന്നത് നമ്മുടെ എഡ്യൂക്കേഷനിലൂടെയും എക്സ്പീരിയൻസിലൂടെയും ഒക്കെയാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് മാച്ച് ആയി വരുന്നത് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിലേക്കാണ്. ആൻഡ് ഹിയർ നമുക്ക് തന്നിരിക്കുന്ന മറ്റു ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് ഓപ്ഷനായിട്ട് തന്നതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളത്. അവിടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡീൽ ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, അതിനെ മാനേജ് ചെയ്യാന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് തന്നു, അത് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എബിലിറ്റി ടു സോൾവ് ന്യൂ പ്രോബ്ലംസ് ആണ്, അല്ലാതെ ഫെമിലിയർ ഫാക്ട്സ് അല്ല ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു. പിന്നെ പ്രൈമറി ഇൻ്റലിജൻസ്, ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് കാറ്റൽ ഹോൺസ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഉള്ളത്, അല്ലാതെ പ്രൈമറി ഇൻ്റലിജൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എ പേഴ്സൺ ഹു ഈസ് ഗുഡ് അറ്റ് യൂസിങ് ആൻഡ് കമ്പൈനിങ് ഫെമിലിയർ ഫാക്ട്സ് ഹാസ് ഹൈ crystallized intelligence. So the correct answer is option B, crystallized intelligence. So നമുക്ക് next question നോക്കാം. Which of the following is not a component of emotional intelligence according to Goleman? Option A, self-awareness, option B, empathy, option C, social skills, and option D, abstract reasoning. സോ ഇവിടെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അതിൽ ഗോൾമാൻ്റെ കോമ്പോണൻസ്, ഗോൾമാൻ പറഞ്ഞിട്ടുള്ള ഇമോഷണൽ ഇൻ്റലിജൻസിലുള്ള കോമ്പോണൻസ്, അതിൽ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് കോമ്പോണൻ്റ് ആണ്, ഏത് ഓപ്ഷനാണ് അദ്ദേഹം പറഞ്ഞ കോമ്പോണൻസിൽ ഇൻക്ലൂഡഡ് ആവാത്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അബ്സ്ട്രാക്ട് റീസണിങ്. അപ്പോൾ നമുക്കറിയാം ഡാനിയൽ ഗോൾമാൻ ഇമോഷണൽ ഇൻ്റലിജൻസിൽ 5 കോമ്പോണൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്.
അതിലുള്ള ഒരു കോമ്പോണൻ്റ് ആണ്, ഫസ്റ്റ് കോമ്പോണൻ്റ് ആണ് സെൽഫ് അവെയർനെസ് എന്നുള്ളത്. അതായത് ഒരാൾ അവരുടെ ഓൺ ഇമോഷനെ റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളത്. ആൻഡ് ദ സെക്കൻഡ് കോമ്പോണൻ്റ് ഈസ് സെൽഫ് റെഗുലേഷൻ. ഒരു പേഴ്സൺ അവരുടെ ഇമോഷൻസിനെ ഓൺ ആയിട്ട് മാനേജ് ചെയ്യാന്നുള്ളത്. ദെൻ ദ തേർഡ് കോമ്പോണൻ്റ് ഈസ് മോട്ടിവേഷൻ. അതായത് നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഇന്നർ ഡ്രൈവ്. ആൻഡ് ദ ഫോർത്ത് കോമ്പോണൻ്റ് ഈസ് എംപതി. അതായത് മറ്റുള്ള ആൾക്കാരുടെ ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളത്. ആൻഡ് ദ ഫിഫ്ത്ത് കോമ്പോണൻ്റ് ഈസ് സോഷ്യൽ സ്കിൽസ്. നമ്മുടെ റിലേഷൻഷിപ്സ് ഒക്കെ ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യാന്നുള്ളത്. ഇത്രയും കോമ്പോണൻസ് ആണ് ഗോൾമാൻ അദ്ദേഹത്തിന്റെ തിയറിയിലെ ഇമോഷണൽ ഇന്റലിജൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്, ഓപ്ഷൻ എ സെൽഫ് അവെയർനെസ്, ഓപ്ഷൻ ബി എംപതി ആൻഡ് ഓപ്ഷൻ സി സോഷ്യൽ സ്കിൽസ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഗോൾമാന്റെ മോഡലിൽ വരുന്ന അദ്ദേഹം പറഞ്ഞ കോമ്പോണൻസിൽ ഇൻക്ലൂഡഡ് ആണ്. ബട്ട് ലാസ്റ്റ് ഓപ്ഷൻ ഡി ആയ അബ്സ്ട്രാക്ട് റീസണിങ് അതിൽ വരുന്നില്ല. ഈ അബ്സ്ട്രാക്ട് റീസണിങ് എന്ന് പറയുന്നത് നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. അതുപോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, കോൺസെപ്റ്റ്സും പാറ്റേൺസും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് അബ്സ്ട്രാക്ട് റീസണിങ് എന്ന് പറയുന്നത്. സോ ഈ അബ്സ്ട്രാക്ട് റീസണിങ് കൂടുതലായിട്ടും ഒരു കോഗ്നിറ്റീവ് ഇന്റലിജൻസ് എന്നുള്ള കാര്യമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലാതെ ഇമോഷണൽ ഇന്റലിജൻസും ആയിട്ടല്ല അത് റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ ഹിയർ therefore the correct answer is abstract reasoning. Option D, abstract reasoning ആണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ കോമ്പോണൻസിൽ ഇൻക്ലൂഡഡ് ആവാത്തത്. Now let's move to the third question. ഇവിടെ നമുക്കൊരു match the following ആണ് തന്നിട്ടുള്ളത്. And match the form of intelligence with profession. So ഇവിടെ നമുക്ക് ഫസ്റ്റ് ലിസ്റ്റിൽ നമുക്ക് ഇന്റലിജൻസിന്റെ ടൈപ്സ് ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ദ സെക്കൻഡ് ലിസ്റ്റിൽ നമുക്ക് ഡിഫറെൻറ്റ് പ്രൊഫഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ നാച്ചുറലിസ്റ്റ്, ഓപ്ഷൻ ബി നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ്, ഓപ്ഷൻ ബി സ്പേഷ്യൽ ഇന്റലിജൻസ്, ഓപ്ഷൻ സി ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആൻഡ് ഓപ്ഷൻ ഡി ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ലിസ്റ്റ് 2 കൊടുത്തിട്ടുള്ള പ്രൊഫഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. First one is law, second one programming language, third one forest conservation and fourth one architecture. സോ നമുക്കിത് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു വൺ ഓഫ് ദ സിമ്പിൾ തിയറി ആണ് ഇന്റലിജൻസിലുള്ള, വിച്ച് ഇസ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഹോവാർഡ് ഗാർഡ്നറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആ തിയറിയിൽ ഗാർഡ്നർ 8 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ആ 8 ടൈപ്സിലുള്ള 4 ടൈപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഓരോ ടൈപ്പ് ഓഫ് ഇന്റലിജൻസും അതിനെ മാച്ചിങ് ചെയ്തിട്ടുള്ള പ്രൊഫഷനാണ് ലിസ്റ്റ് 2 കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ എങ്ങനെയാണ് ഇത് മാച്ച് ആവുന്നതെന്ന് നോക്കാം. ഇതാണ് കറക്റ്റ് ആൻസർ. അതായത് ഓപ്ഷൻ എയിൽ പറഞ്ഞതാണ് നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ് എന്നുള്ളത്. സോ ഈ നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ് എന്ന് പറയുമ്പം അവിടെ നമ്മുടെ നേച്ചർ, പ്ലാന്റ്സ്, ആനിമൽസ്, എൻവയോൺമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാനുള്ള ഒരു ഇന്റലിജൻസ് ആണ് ഈ നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ഫോറസ്റ്റ് കൺസർവേഷൻ എന്നുള്ളത്. ഫോറസ്റ്റ് കൺസർവേഷൻ. ദെൻ ഓപ്ഷൻ ബിയിൽ കൊടുത്തതാണ് സ്പേഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത്. സോ സ്പേഷ്യൽ ഇന്റലിജൻസിൽ എന്താണ് വരുന്നത്? നമുക്ക് ഡിസൈൻസ്, ഷേപ്സ്, അതുപോലെ സ്പേസ്, സ്ട്രക്ചേഴ്സ് ഇൻ സ്പേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഇന്റലിജൻസ്, അതാണ് സ്പേഷ്യൽ ഇന്റലിജൻസ്. സോ ഈ ഒരു ഇന്റലിജൻസ് മാച്ചിങ് ആയിട്ടുള്ള പ്രൊഫഷനാണ് ആർക്കിടെക്ചർ എന്നുള്ളത്. ആർക്കിടെക്ചേഴ്സിനാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് കൂടുതലായിട്ട് കാണുന്നത്. Then option C is logical mathematical intelligence. അതായത് ഈ ഒരു ഇന്റലിജൻസിൽ ഇൻവോൾവ് ആയിട്ട് വരുന്നത് നമ്മുടെ റീസണിങ് എബിലിറ്റി, പ്രോബ്ലം സോൾവിങ്, അതുപോലെ നമ്പേഴ്സ്, ലോജിക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഇന്റലിജൻസ് ആണ് ഈ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ആൻഡ് ദ പ്രൊഫഷൻ associated with this intelligence is programming language. And the fourth option is ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് നല്ലൊരു വെർബൽ സ്കിൽസ് ഉണ്ടാവുക, ഒരു സ്ട്രോങ് വെർബൽ സ്കിൽസ് ഉണ്ടാവുക, ആർഗ്യുമെന്റേഷൻ സ്കിൽ ഉണ്ടാവുക, ലാംഗ്വേജിനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളതാണ് ഈ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്നുള്ളത്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഇന്റലിജൻസുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ലോ എന്നുള്ളത്. സോ ഇത്രയാണ്
ഇതിൻ്റെ ഒരു കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ് ഈസ് മാച്ചിങ് വിത്ത് ഫോറസ്റ്റ് കൺസർവേഷൻ, സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഈസ് മാച്ചിങ് വിത്ത് ആർക്കിടെക്ചർ, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഈസ് മാച്ചിങ് വിത്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, and linguistic intelligence is matching with law. So now let's move to the next question. In terms of creativity, what does divergent thinking refer to? Option A, coming with the most efficient solution to a problem. Option B, generating multiple possible solutions or ideas from a single straight point. Option C, following strict rules to solve problem. Option D, thinking within the limits of existing knowledge. So ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡൈവേർജന്റ് തിങ്കിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്കറിയാം ക്രിയേറ്റിവിറ്റി എന്നുള്ളൊരു ടോപ്പിക്കിലാണ് നമ്മൾ ഡൈവേർജന്റ് തിങ്കിങ് ലേൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്താണ് ഡൈവേർജന്റ് തിങ്കിങ്ങിന്റെ ഒരു മീനിങ്, ഡെഫിനിഷൻ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഡൈവേർജന്റ് തിങ്കിങ്ങുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. And here the correct answer is option B, generating multiple possible solutions or ideas from a single straight point. So ഈ ഡൈവേർജന്റ് തിങ്കിങ് എന്നുള്ള കോൺസെപ്റ്റ് ഗിൽഫോർഡ് ആയിരുന്നു ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്താ, അതായത് നമുക്ക് ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതുപോലെ ഒരു സിംഗിൾ പ്രോബ്ലം നമ്മുടെ മുന്നിൽ വന്നാൽ അതിന് ആ ഒരു സിംഗിൾ പ്രോബ്ലത്തിന് വെറൈറ്റി ഓഫ് ഐഡിയാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള നമ്മുടെ ഒരു എബിലിറ്റിയാണ് ഈ ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡൈവേർജന്റ് തിങ്കിങ് ഇൻവോൾവ്സ് ജനറേറ്റിംഗ് മെനി പോസിബിൾ സൊല്യൂഷൻസ് ടു എ സിംഗിൾ പ്രോബ്ലം. ഒരു സിംഗിൾ പ്രോബ്ലം വന്നാൽ അതിന് നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു എബിലിറ്റി, അതാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഡൈവേർജന്റ് തിങ്കിങ് മാച്ചിങ് ആയിട്ടുള്ളത് ഈ ഒരു ഓപ്ഷനാണ്, ഓപ്ഷൻ ബി, ജനറേറ്റിംഗ്. അതിൽ പറയുന്നുണ്ട് ജനറേറ്റിംഗ് മൾട്ടിപ്പിൾ പോസിബിൾ സൊല്യൂഷൻസ് ഓർ ഐഡിയാസ് ഫ്രം എ സിംഗിൾ സ്ട്രേറ്റ് പോയിന്റ്. ആൻഡ് ഹിയർ നമുക്ക് മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് പറഞ്ഞത് എന്താണ്, കമ്മിങ് അപ്പ് വിത്ത് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് സൊല്യൂഷൻ എന്നുള്ളത്. സോ ഇത് ആക്ച്വലി ഡിസ്ക്രൈബ് ചെയ്യുന്നത് കൺവേർജന്റ് തിങ്കിങ്ങിനെയാണ്, അല്ലാതെ ഡൈവേർജന്റ് തിങ്കിങ് അല്ല. സോ കൺവേർജന്റ് തിങ്കിങ് നമുക്കറിയാം അതിൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു സിംഗിൾ കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ആൻസറിലേക്കാണ്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതിലേക്കാണ് കൺവേർജന്റ് തിങ്കിങ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ റോങ് ആയിട്ട് പറയാം, ഡൈവേർജന്റ് തിങ്കിങ്ങിന്റെ കേസിൽ റോങ് ആണ്. ആൻഡ് ഓപ്ഷൻ സിയിൽ പറഞ്ഞതാണ് ഫോളോയിങ് സ്ട്രിക്റ്റ് റൂൾസ് ടു സോൾവ് എ പ്രോബ്ലം എന്നുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. ബിക്കോസ് ക്രിയേറ്റിവിറ്റിയിൽ എപ്പോഴും ആവശ്യമായിട്ട് വരുന്നത് ഫ്ലെക്സിബിലിറ്റി, അതുപോലെ ഫ്രീഡം ഓഫ് തോട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വരുന്ന സമയത്ത് അത് നമ്മുടെ ഇമാജിനേഷനെ അങ്ങ് ലിമിറ്റ് ചെയ്യും. ഈ റൂൾ ബൗണ്ട് ആയിട്ടുള്ള തിങ്കിങ് എപ്പോഴും ഒറിജിനാലിറ്റി എന്നുള്ളൊരു കാര്യത്തിന് അങ്ങ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളോടൊരു പിക്ചർ വരക്കാൻ ഡ്രോ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളോടൊരു പിക്ചർ ഡ്രോ ചെയ്യാൻ പറഞ്ഞു, ബട്ട് ഡ്രോ ചെയ്യാൻ പറഞ്ഞ സമയത്ത് അവർ നമ്മളോട് ഇൻസ്ട്രക്ഷൻ തരുന്ന ആൾ നമ്മളോട് പറഞ്ഞു ഇന്ന സ്റ്റെപ്സ്, ഓക്കെ ഇന്ന സ്റ്റെപ്സ് ഇന്ന പാറ്റേൺസ് ഒക്കെ കറക്റ്റ് എക്സാക്ട്ലി നിങ്ങൾ ഫോളോ ചെയ്യണം. സോ അങ്ങനെ പറയുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക, നമ്മളവിടെ ക്രിയേറ്റീവ്ലി നമ്മളവിടെ തിങ്ക് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് അവർ പറഞ്ഞ സ്റ്റെപ്സ് അങ്ങ് ഫോളോ ചെയ്യുക, അത് ജസ്റ്റ് ആ റൂൾസ് അങ്ങ് അപ്ലൈ ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ. സോ ഇങ്ങനെ സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്നുള്ളൊരു കാര്യം അവിടെ എൻഹാൻസ് ആവുന്നില്ല, നമ്മളവിടെ ക്രിയേറ്റീവ്ലി നമ്മളവിടെ തിങ്ക് ചെയ്യുന്നില്ല. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. ആൻഡ് നമുക്ക് ലാസ്റ്റ് തന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് തിങ്കിങ് വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് എന്നുള്ളത്. സോ ഈ ഡൈവേർജന്റ് തിങ്കിങ് എപ്പോഴും നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് നോളജിൽ നിന്ന് മാറിയാണ് അതുള്ളത്. ഇറ്റ് ഈസ് ഗോയിങ് ബിയോണ്ട് എക്സിസ്റ്റിംഗ് നോളജ്. അതെപ്പോഴും നമുക്ക് ന്യൂ ഐഡിയാസ്, നോവൽ കണക്ഷൻസ്, ഇന്നോവേറ്റീവ് തിങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഡൈവേർജന്റ് തിങ്കിങ് നമ്മളെ കൊണ്ട് എൻകറേജ് ചെയ്യിപ്പിക്കുന്നത്. അവിടെ റിസ്ക് ടേക്കിംഗ് ഉണ്ട്, ഇമാജിനേഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഡൈവേർജന്റ് തിങ്കിങ്ങിലുള്ളത്. സോ ഇപ്പം നമ്മളോട് ഒരാൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇൻവെന്റ് ചെയ്തു, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് ഒരു ന്യൂ യൂസ് കൊണ്ട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ഇൻവെന്റ് ചെയ്തു.
സോ അവിടെ അവരെന്താ ചെയ്യുന്നത്, ദേ ആർ മൂവിങ് ബിയോണ്ട് ദെയർ എക്സിസ്റ്റിംഗ് നോളജ് ലിമിറ്റ്സ്. ബട്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞത്, തിങ്കിങ് വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് എക്സിസ്റ്റിംഗ് നോളജ്. നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജിന്റെ ലിമിറ്റിൽ നിന്നുകൊണ്ട് മാത്രം തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അതൊരിക്കലും ഡൈവേർജന്റ് തിങ്കിങ്ങുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. ബിക്കോസ് ഡൈവേർജന്റ് തിങ്കിങ് എപ്പോഴും നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജിന്റെ ബിയോണ്ട് ആയിട്ടാണ് അത് പോകുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, വിച്ച് ഇസ് ജനറേറ്റിംഗ് മൾട്ടിപ്പിൾ പോസിബിൾ സൊല്യൂഷൻസ് ഓർ ഐഡിയാസ് ഫ്രം എ സിംഗിൾ സ്ട്രേറ്റ് പോയിന്റ്. Now let's move to the next question. Okay, ഇവിടെ നമുക്കൊരു assertion reason question ആണ് തന്നിട്ടുള്ളത്. So assertionൽ തന്നിട്ടുള്ളത് simultaneous processing involves integrating separate elements into a unified whole. Reasonൽ പറഞ്ഞിട്ടുള്ളത് solving a jigsaw puzzle is an example of simultaneous processing. So option A, both A and R are true and R is the correct explanation of A. Option B, both A and R are true but R is not the correct explanation of A. Option C, A is true but R is false. Option D, A is false but R is true. So ഈ ഒരു assertion reason ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പാസ് മോഡൽ ഓഫ് ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആൻഡ് ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് option A, both A and R are true and R is the correct explanation of A. So past model of intelligence നമുക്കറിയാം, it was developed by Das, Naglieri and Kirby. So ഈ ഒരു ഇവിടെ ഈ ഒരു ക്വസ്റ്റനിൽ നമുക്ക് assertionൽ പറഞ്ഞ കാര്യമാണെന്ത്, simultaneous processing involves integrating separate elements into a unified whole എന്നാണ്. അതായത് സൈമുൾട്ടേനിയസ് പ്രോസസ്സിംഗ്, ഈ പാസ് മോഡലിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സൈമുൾട്ടേനിയസ് പ്രോസസ്സിംഗ് എന്നൊക്കെ ഉള്ളത്. സോ ആ സൈമുൾട്ടേനിയസ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സെപ്പറേറ്റ് പീസസ് ഓഫ് ഇൻഫർമേഷനെ ഒരു മീനിങ് ഹോൾ ആക്കി ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതാണ് സൈമുൾട്ടേനിയസ് പ്രോസസ്സിംഗ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു പാരഗ്രാഫ് എടുത്തിട്ട് അതിന്റെ മെയിൻ ഐഡിയ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരിക്കലും അവിടെ ഫസ്റ്റ് നമ്മൾ അവിടെ മൾട്ടിപ്പിൾ സെന്റൻസസ് ആണ് നമ്മൾ ആ ഒരു പാരഗ്രാഫിൽ വായിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓരോ സെന്റൻസെന്നും നമുക്ക് ഈ ഓരോ സെന്റൻസും നമുക്ക് ഓരോ പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് തരുന്നത്. നമ്മൾ അതിനൊക്കെ മെന്റലി കണക്ട് ചെയ്ത് ആ എല്ലാ ഐഡിയാസിനെയും മെന്റലി കണക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു കോമൺ തീം അല്ലെങ്കിൽ സെൻട്രൽ മെസ്സേജ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ആ പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സോ ഇവിടെ നമ്മൾ ആ സെന്റൻസിനെ അല്ല റിമെമ്പർ ചെയ്യുന്നത്. ഓക്കെ, 1 by 1 ആയിട്ട് അതിലുള്ള ഒരു ഓർഡർ ആയിട്ട് അതിന്റെ സെന്റൻസ് അല്ല നമ്മൾ റിമെമ്പർ ചെയ്യുന്നത്. ഇൻസ്റ്റഡ് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു പാരഗ്രാഫിലുള്ള എല്ലാ ഐഡിയാസിനെയും ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് അതിന്റെ ഒരു ഓവറോൾ മീനിങ് ആണ് നമ്മൾ അവിടെ ഗ്രാസ്പ് ചെയ്യുന്നത്. സോ ഈ ഒരു ആക്ട് ഓഫ് ഒരു യൂണിഫൈഡ് അണ്ടർസ്റ്റാൻഡിങ് ഫോം ചെയ്യാന്നുള്ള ഈ ഒരു ആക്ട്, അതായത് ഒരു സെവറൽ സെന്റൻസിൽ നിന്ന് ഒരു യൂണിഫൈഡ് അണ്ടർസ്റ്റാൻഡിങ് ഫോം ചെയ്യാന്നുള്ള ഈ ഒരു ആക്ടിനെ പറയുന്നതാണ് ഈ സൈമുൾട്ടേനിയസ് പ്രോസസ്സിംഗ് എന്നുള്ളത്. സോ ഇവിടെ അസേർഷൻ എന്താണ്, ട്രൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതേസമയം റീസണിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സോൾവിങ് എ ജിഗ്സോ പസിൽ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സൈമുൾട്ടേനിയസ് പ്രോസസ്സിംഗ് എന്നുള്ളത്. സോ ജിഗ്സോ പസിൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു പിക്ചറിൽ ഒരുപാട് ഇറഗുലർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അതിനെ ഒന്നിച്ച് ഫിറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഇമേജ് ആക്കി മാറ്റുക ചെയ്യുന്നത്. സോ ഇവിടെയും നമ്മൾ സെയിം കാര്യമാണ് നടക്കുന്നത്. സൈമുൾട്ടേനിയസ് പ്രോസസ്സിംഗിൽ പറഞ്ഞ പോലെ എന്താ, ഒരു ഡിഫറെന്റ് എലമെന്റ്സിനെ, സെപ്പറേറ്റ് എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യൂണിഫൈഡ് ഹോൾ, ഒരു സിംഗിൾ ആക്കിയിട്ടും ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഇമേജ് ആക്കി മാറ്റുക ചെയ്യുന്നത്. സോ ഈ ജിഗ്സോ പസിൽ എന്നുള്ളത് എന്താണ്, ഈ സൈമുൾട്ടേനിയസ് പ്രോസസ്സിങ്ങിന് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ ജിഗ്സോ പസിൽ എന്നുള്ളത്. സോ ഇവിടെ റീസണും ട്രൂ ആണ്. സോ ഇവിടെ ആർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റീസൺ എന്നുള്ളത് നമ്മുടെ അസേർഷനെ എക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ട്. ഇവിടെ റീസൺ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ എക്സാമ്പിൾ ആണ് തരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി എക്സ്പ്ലെയിനിങ് ദ ഡെഫിനിഷൻ ഗിവൻ ഇൻ ദ അസേർഷൻ. സോ ഫൈനലി നമുക്ക് ഇതിന്റെ കൺക്ലൂഷൻ എന്താ പറയാൻ പറ്റും, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആൻഡ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ.
ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിന്റെ ബേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. That's all for this session. Thank you.